നമസ്കാരം. നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സക്സസ്ഫുൾ ആവാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? പലപ്പോഴും ആൻസർ നോ എന്നായിരിക്കും. കാരണങ്ങൾ പലതായിരിക്കാം. ഒന്നുകിൽ നമ്മുടെ മടിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യാത്തതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈ ഗോളിലേക്ക് എത്തിപ്പെടേണ്ടത് എങ്ങനെ എന്ന് അറിയില്ലായിരിക്കാം. അതായത് നമ്മുടെ അറിവില്ലായ്മയും ആയിരിക്കാം. പക്ഷേ ചുറ്റും നോക്കുകയാണെങ്കിൽ പല മനുഷ്യരും അവര് ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളിലും സക്സസ്ഫുൾ ആകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരാഗ്രഹിച്ച ആ ലക്ഷ്യത്തിൽ അവർ എത്തുകയും ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? അപ്പോൾ നമുക്കറിയാത്ത എന്നാൽ അവർക്ക് അറിയാവുന്ന എന്തോ ഒരു കാര്യം ഉണ്ട് സക്സസിലേക്ക് എത്താനായിട്ട്. അതെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. മോങ്ക്ഫോർഡ് എന്ന ഒരു കൺസെപ്റ്റ്, അത് ബെൻ ഒറൻസ്റ്റീൻ എന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ 2002 കൊണ്ടുവന്നത്. ഇത് ഒരു 90 ഡേയ്സ് ഇതൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏത് കാര്യത്തിലും നമുക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പലപ്പോഴും കുറേ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ഒന്നും തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റാറില്ല. മൾട്ടി ടാസ്കിങ്ങിന് പകരം ഒരേ ഒരു ടാസ്കിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. എക്സ്ട്രീം ആയിട്ടുള്ള നമ്മുടെ ഫോക്കസും നമ്മുടെ ഡിസിപ്ലിനും നമ്മൾ ഒരേ ഒരു ടാസ്കിലേക്ക് മാത്രം കൊടുക്കുമ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ലക്ഷ്യത്തിൽ എത്താനും അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല, അതുമൂലം നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇതിൽ പറയുന്നത് നമ്മുടെ ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കണം എന്നുള്ളതാണ്. മനഃപൂർവ്വം നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. ഇന്നത്തെ കാലത്ത് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ മൊബൈലായിരിക്കാം, സോഷ്യൽ മീഡിയയുടെ ഉപയോഗമായിരിക്കാം, എൻ്റർടൈൻമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് നമ്മുടെ ആ ഒരു ഗോൾ എന്താണോ ആ ഒരൊറ്റ ടാസ്കിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു. സോ ഇൻ്ററപ്ഷൻസിനെ മിനിമൈസ് ചെയ്തുകൊണ്ട്, ഫോക്കസിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട്, മാക്സിമൈസ് ചെയ്തുകൊണ്ട് പരമാവധി റിസൾട്ട് ഉണ്ടാക്കുക. ഏതൊരു കാര്യമാണെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മോങ് മോഡ് ഫോളോ ചെയ്യാൻ എന്തൊക്കെ ടിപ്സാണ് നമ്മൾ എടുക്കേണ്ടത്, അറിയേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. സോ സെറ്റ് എ ഗോൾ. രണ്ടാമതായിട്ട് നമ്മുടെ ബാഡ് ഹാബിറ്റ്സും ഈ ഒരു ഡിസ്ട്രാക്ഷൻസിൽ ഉൾപ്പെടും. സോ പൂർണ്ണമായിട്ടും നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് ഡ്രോപ്പ് ചെയ്യുക. അടുത്തതാണ് എസ്റ്റാബ്ലിഷ് എ റുട്ടീൻ. ഏതൊരു കാര്യത്തിലും ആ ഒരു ലൈഫിൽ റുട്ടീനായിട്ട് പോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ജീവിതത്തിൽ ഒരു റുട്ടീൻ ഉണ്ടാക്കുക. ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് ആ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ആ ഒരു വൺ ടാസ്കിലേക്ക് ഡീപ്പ് വർക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്യുക. സോ അറ്റ് എ ടൈം ഒരു ടാസ്കിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു, അതിലേക്ക് വേണ്ടി ഡീപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. അടുത്തതാണ് ഇടയ്ക്ക് കുറേ ഡിസ്ട്രാക്ഷൻസ് വരും. നമുക്ക് ഏതൊരു ഗോളിലേക്ക് നമ്മൾ അടുക്കുമ്പോഴും നെഗറ്റീവായിട്ടുള്ള കുറേ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമുക്ക് വരും. സോ അതിനെ ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അടുത്തത് ലിമിറ്റ് സോഷ്യൽ ഇൻട്രാക്ഷൻസ്. സോഷ്യൽ ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നതും ഒരു ഡിസ്ട്രാക്ഷനാണ്. അത് മാത്രമല്ല നമ്മുടെ ടൈം കൺസ്യൂമിങ്ങും ആണ്. സോ ആവശ്യത്തിന് മാത്രം സോഷ്യൽ ഇൻട്രാക്ഷൻസിന് നിൽക്കുക. അടുത്തതാണ് നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എനർജി ബാലൻസ് ചെയ്ത് പോകണം. അപ്പോൾ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഇതിനു വേണ്ടി ഈ ഒരു ടാസ്കിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഗോളിൽ എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് മെൻ്റലി നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ആകുന്ന കാര്യങ്ങൾ, അധികമായിട്ടുള്ള ഓവർ തിങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്കിതിലേക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ഫിസിക്കൽ ഹെൽത്തും. സോ മെൻ്റലി ഫിസിക്കലി ആ ഒരു എനർജി നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ
അടുത്ത ലാസ്റ്റ് ഒരു കാര്യമാണ് ഇതിലുണ്ടാകുന്നതാണ് ഡിസിഷൻ ഫറ്റീഗ്. കാരണം ഒരു ഗോളിലേക്ക് നമ്മൾ നടന്നെടുക്കുന്ന സമയത്ത് ആ ഇടയ്ക്ക് നമ്മൾ കുറേ ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. സോ കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ആ ഒരു ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ഡിസിഷൻ ഫറ്റീഗ് എന്ന ഒരു കാര്യം നമുക്ക് ഉണ്ടാകില്ല. കാരണം ആ ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അതാണ് ഡിസിഷൻ ഫറ്റീഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് കറക്റ്റായ ടൈമിൽ കറക്റ്റ് ഡിസിഷൻസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് ആ ഒരു ടിപ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോക്കസ് എങ്ങോട്ടും പോവില്ല. കാരണം നമ്മുടെ കോൺസെൻട്രേഷനും നമ്മുടെ ഫോക്കസും നമ്മൾ വർക്ക് ചെയ്യുന്നതും ആ ഒരു ഗോളിലേക്ക് വേണ്ടി മാത്രമായിരിക്കും. ഇനി ഈ ഒരു മോൺ ഫോഗ് എന്ന് പറയുന്നത് ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും പറയാനായിട്ട് പറ്റും. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് വെരി ഗുഡ്. അതായത് നമുക്ക് നമ്മുടെ ഫോക്കസ്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊരു പവർഫുൾ ടൂളാണ് ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ ഒരു ബാഡ് ആയിട്ടുള്ള വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് നമ്മൾ അവെയർ ആയിരിക്കില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അത് ചിലപ്പോൾ നമ്മുടെ റിലേഷൻസിനെയൊക്കെ ബാധിക്കാം. അപ്പോൾ ഓവറായിട്ട് നമ്മൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്ക് ഒത്തിരി വളരെ ഇൻറ്റൻസീവായിട്ട് ഫിസിക്കലി മെൻ്റലി ചെയ്യാതിരിക്കുക. ഇത് നമ്മുടെ സോഷ്യൽ റിലേഷൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള റിലേഷൻഷിപ്പിനെയും ബാധിക്കാതെ നമ്മൾ നമ്മുടെ ഗോള് അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.